ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിനകത്തിൽ നമുക്ക് പ്രധാനമായിട്ടും വളരെ രസകരമായിട്ടുള്ളൊരു റിപ്പോർട്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് ഈ അടുത്തിടയ്ക്ക് നമ്മുടെ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു NGO ആണ്. അപ്പോൾ അത് നമ്മുടെ ഈ രാജ്യത്തെ ഡെമോക്രസിയെക്കുറിച്ചും നമ്മുടെ ഇലക്ഷനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് കോംപ്രഹെൻസീവായിട്ടുള്ള സ്റ്റഡിയും റിസർച്ചും ഒക്കെ നടത്തുന്ന ഒരു NGO ആണത്. അപ്പോൾ ആ NGOയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവരുടെ നമ്മളുടെ എന്താണ് പറയുന്നത്, ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും ഉൾപ്പെടെ 31 കറണ്ട് ചീഫ് മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസിലെ എല്ലാവരുടെയും കൂടെ ഈ ഓരോ മുഖ്യമന്ത്രിയുടെയും ആസ്തി എത്രയാണെന്നുള്ളതിനെ കുറിച്ച് അവർ പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ ആ പഠനമനുസരിച്ച് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ധനികനായിട്ടുള്ള മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണെന്നും, അതുപോലെ ഏറ്റവും ധനികരല്ലാത്ത അല്ലെങ്കിൽ ദരിദ്രരായിട്ടുള്ള ചീഫ് മിനിസ്റ്റർ നമ്മുടെ മമതാ ബാനർജിയാണെന്നാണ് പറയുന്നത്. 31 ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ, അതായത് സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറീസിലും എല്ലാം കൂടെ ഉൾപ്പെടെയുള്ള 31 ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ റിപ്പോർട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് പഠനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ പഠനം അനുസരിച്ചിട്ട് അപ്പോൾ ഇതാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ റിപ്പോർട്ടാണ് അത് കാണുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടനുസരിച്ചിട്ട് ഈ ഒരു പ്രത്യേക റിപ്പോർട്ടനുസരിച്ചിട്ട് അപ്പോൾ അതിനു മുമ്പ് അവർ പറയുന്നത് 31 ചീഫ് മിനിസ്റ്റേഴ്സിൽ, അതായത് സ്റ്റേറ്റ് അസംബ്ലീസിൻ്റെ യൂണിയൻ ടെറിട്ടറീസിലെയും കൂടെ പരിശോധിച്ചപ്പോൾ 13 ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ പേരിൽ ക്രിമിനൽ കേസസ് ഉണ്ടെന്നാണ്. ഇത് ക്രിമിനൽ കേസുകളുടെ റിപ്പോർട്ട് ഞാൻ പറയുന്നത് 42%, അതായത് 13 പേരുടെ പേരിൽ ഈ ക്രിമിനൽ കേസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. ചീഫ് മിനിസ്റ്റേഴ്സ് വിത്ത് ഡിക്ലെയർഡ് ക്രിമിനൽ കേസസ് സ്റ്റേറ്റ് വൈസിനകത്ത് നമുക്ക് കാണാൻ പറ്റും. 32 സീരിയസ് ക്രിമിനൽ കേസസ് 10 പേര്, ക്രിമിനൽ കേസസും 13 പേര്, അത് 45%. സീരിയൽ ക്രിമിനൽ കേസസ് 10 പേരുടെ പേരിലുണ്ട്, 32%. സീരിയസ് ക്രിമിനൽ കേസസ്, അതായത് എന്തൊക്കെയാണ്: അറ്റംപ്റ്റ് ടു മർഡർ, കൊലപാതക ശ്രമം, കിഡ്നാപ്പിംഗ്, ബ്രൈബറി നമുക്കറിയാം, അഴിമതി, വൻതോതിലുള്ള അഴിമതി, പിന്നെ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ. അപ്പോൾ ഈ പേരിലൊക്കെയുള്ള കുറ്റാരോപണങ്ങൾ നിലനിൽക്കുന്ന 10ഓളം ചീഫ് മിനിസ്റ്റേഴ്സ്, 32% വരുന്ന ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ പേരിൽ ക്രിമിനലായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ കേസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അഫ്സറ്റിനെ കുറിച്ചാണ്, ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് ഇതാണ് ഒറിജിനൽ റിപ്പോർട്ട്, ADRൻ്റെ ഒറിജിനൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് അസറ്റ്സ് ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ്, ആവറേജ് എന്ന് പറഞ്ഞാൽ മൊത്തവും കൂടെ കണക്ക് കൂട്ടി എത്ര പേരുണ്ടോ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആവറേജ് കിട്ടുന്നത്. അതായത് 52.59, ഒരാൾക്ക് ആവറേജ് 52.59. ഇത് കറക്റ്റ് അല്ല, ഇത് ആവറേജ് ആണെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും അറിയാം ആവറേജ് എടുക്കുന്നുണ്ട്. ആവറേജ് കറക്റ്റ് അല്ല, പക്ഷേ അത് ടോട്ടൽ എത്രയാണോ, ടോട്ടൽ വോളിയം എത്രയാണോ, ഉദാഹരണത്തിന് ടോട്ടൽ അസറ്റ്സ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾ അല്ലേ. ഇവിടെ 31 എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 52.59 കോടിയാണ് ആവറേജ് അസറ്റ്സ് ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ആവറേജ് സെൽഫ് ഇൻകം ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ഇവിടെ പറയുന്നത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, നമ്മുടെ PIB അനുസരിച്ചിട്ട് ഇന്ത്യയുടെ പെർ ക്യാപിറ്റ നാഷണൽ ഇൻകം അപ്രോക്സിമേറ്റ്ലി 1,85,854 2023-24 കാലയളവിൽ. അപ്പോൾ ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം ആവറേജ് സെൽഫ് ഇൻകം ഓഫ് എ ചീഫ് മിനിസ്റ്റർ, ഒരു ചീഫ് മിനിസ്റ്ററിൻ്റെ ആവറേജ് സെൽഫ് ഇൻകം എന്ന് പറഞ്ഞാൽ 13,64,310. ആ ഗ്യാപ്പ് വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം. അപ്പം ഒരു പൗരനും ഒരു ചീഫ് മിനിസ്റ്ററുമായിട്ട് തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു പൗരൻ്റെ, നമ്മളെപ്പോലൊരു പൗരൻ്റെ ആവറേജ് ഇൻകം 1,85,854 ആണെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്ററിൻ്റെ ആവറേജ് ഇൻകം എന്ന് പറഞ്ഞാൽ 13,64,310. അത് 7.3%. ഒരു
ആവറേജ് പെർ ക്യാപിറ്റ ഇൻകം നമ്മളെപ്പോൾ ഇന്ത്യൻ പൗരൻ്റെ അവരുൾപ്പെടെയുള്ള അവരോട് ഉൾപ്പെടെയാണ് പെർ ക്യാപിറ്റ ഇൻകം വരുന്നത്. എന്നാലും ആവറേജ് പെർ ക്യാപിറ്റ ഇൻകത്തിനേക്കാൾ 7.3% ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്ററിൻ്റെ പെർ ക്യാപിറ്റ ആവറേജ് സെൽഫ് ഇൻകം എന്ന് പറയുന്നത്. ഇനി എത്രത്തോളം ചീഫ് മിനിസ്റ്റേഴ്സിനകത്തിൽ ബില്യനേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 31 ചീഫ് മിനിസ്റ്റേഴ്സ് സ്റ്റേറ്റ് അസംബ്ലിയുടെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെ അനലൈസ് ചെയ്തപ്പോൾ അതിൽ 2 പേര് 6%, 2 പേര് ബില്യനേഴ്സാണ്. ഇനിയും ടോട്ടൽ അസറ്റ്സ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ 31 പേരുടെയും കൂടെ ടോട്ടൽ അസറ്റ്സ് 1630 കോടി രൂപയാണെന്നാണ് പറയുന്നത്. 1630 കോടി രൂപ. അപ്പം അതിനെ 31 ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 52.59 ആവറേജ് അസെറ്റ് ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ളത്. ഇനിയും ഇതിനകത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഹൈ അസറ്റ്സ് ചീഫ് മിനിസ്റ്റേഴ്സ്. അതിനകത്തിലാണ് ചന്ദ്രബാബു നായിഡു ഏറ്റവും ടോപ്പിൽ വരുന്നത്. നമുക്കറിയാം സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശാണ്. ഡിസ്ട്രിക്ട് ചിറ്റൂർ കോൺസ്റ്റിറ്റ്യുവൻസി ഇവിടെ പറയുന്നുണ്ട്, കുപ്പം ഇവിടെ പറയുന്നുണ്ട്, പാർട്ടി പറയുന്നുണ്ട്. പിന്നെ മൂവബിൾ അസറ്റ്സ്, ഇമൂവബിൾ അസറ്റ്സ് എല്ലാം കൂടെ നോക്കിയിട്ട് 931 കോടി രൂപയല്ലേ? എത്രയാണ് പറയുന്നത്? 931 കോടി രൂപ. 931 കോടി രൂപ ടോട്ടൽ. അപ്പോൾ ഇവിടെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. പാൻ ഗിവൺ യെസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേമ കണ്ടു അരുണാചൽ പ്രദേശിൻ്റെയാണ്. അപ്പോൾ അവിടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. BJP ആണ് പാർട്ടി. മൂവബിൾ അസറ്റ്സ്, ഇമൂവബിൾ അസറ്റ്സ് എല്ലാം കൂടെ കൂടി 332 കോടി രൂപ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ഇതൊന്നും കൃത്യമല്ല, നമുക്കറിയാം. കാരണം ഇതിലും കൂടുതൽ എന്തായാലും വരുമായിരിക്കുമല്ലോ. ഇത് ഡിക്ലെയർഡ് ആയിട്ടുള്ള അസറ്റ് മാത്രമാണ് കേട്ടോ, ഡിക്ലെയർഡ് ആയിട്ടുള്ള അസറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഒന്നാമത് ചന്ദ്രബാബു നായിഡു, രണ്ടാമത് ആസാമിൻ്റെ അരുണാചൽ പ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ പേമ കണ്ടു 332 കോടി രൂപ. പക്ഷേ ഒത്തിരി അന്തരമുണ്ട് ചന്ദ്രബാബു നായിഡുമായിട്ട്. മൂന്നാമത് വരുന്നത് സിദ്ധരാമയ്യ, കർണാടകയുടെ INC. അപ്പം എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ജനാധിപത്യപരമായിട്ട് വളരെയധികം സന്തോഷിക്കാവുന്നൊരു കാര്യമാണ്. കാരണം ഒരു പാർട്ടിയുടെ ചീഫ് മിനിസ്റ്ററോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് മാത്രമല്ല, എല്ലാ പാർട്ടിക്കാർക്കും ഒരേപോലെ പിന്നെ ആസ്തികൾ ഉണ്ടാക്കാനുള്ള അവസരം ഇന്ത്യൻ ഡെമോക്രസി നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ സന്തോഷിക്കണം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയാണ് സിദ്ധരാമയ്യ. അദ്ദേഹത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 51 കോടി അല്ലേ? 51,93,00,000. അപ്പം 3-ാം സ്ഥാനത്താണ് പുള്ളിക്കാരനുണ്ടാകുന്നത്. ഇനിയും താഴത്തെ കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും പൂറായിട്ടുള്ള, വളരെ ദരിദ്രരായിട്ടുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മമതാ ബാനർജി. എത്ര ഉണ്ട്? മമതാ ബാനർജിയുടെ അസറ്റ് വെറും 15 ലക്ഷം മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് നോക്കാം, ഈ റിപ്പോർട്ട് പത്രത്തിൽ മമതാ ബാനർജിയുടെ 15 ലക്ഷം. പിന്നെ ഒമർ അബ്ദുള്ള ലോ അസറ്റ്സ് ചീഫ് മിനിസ്റ്റേഴ്സാണ്. ജമ്മു കാശ്മീരിലെ ഒമർ അബ്ദുള്ളയ്ക്ക് എത്ര ഉണ്ട്? 55 ലക്ഷം. നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് 1 കോടി രൂപയുള്ളൂ, വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാം. ചന്ദ്രബാബു നായിഡു 931 കോടി രൂപ ഉണ്ടാക്കിയപ്പോൾ നമ്മളുടെ സ്വന്തം മുഖ്യമന്ത്രി 1 കോടി രൂപ മാത്രമേ ഇത്ര നാളും ആസ്തി ഉണ്ടാക്കിയുള്ളൂ എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ആശ്വാസമുണ്ട്. അപ്പം ഇത്രയാണ് അവരുടെ അസറ്റിനെ കുറിച്ച് പറഞ്ഞത്. ഇനിയും ഏറ്റവും കൂടുതൽ ലയബിലിറ്റിയുള്ള ബാധ്യതകളുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് എന്നാൽ പ്രേമ കന്തു, പുള്ളിക്ക് ഒരു 180 കോടി രൂപയുടെ ലയബിലിറ്റി ബാധ്യതയുണ്ടെന്ന് പറയുന്നു. മുമ്പ് നമ്മൾ ടോട്ടൽ അസറ്റ് പറഞ്ഞു 332 കോടി രൂപയുടെ അസറ്റ് ഉണ്ട്, അതിനെതിരെ 180 കോടി രൂപയുടെ ലയബിലിറ്റി ഉണ്ടെന്ന് പറയുന്നു. പിന്നെ സിദ്ധരാമയ്യാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ ലയബിലിറ്റി ഉള്ളത്, 23 കോടി രൂപ. പിന്നെ ചന്ദ്രബാബു നായിഡുവിന് അസറ്റ് കൂടുതലാണെങ്കിലും ആസ്തി കൂടുതലാണെങ്കിലും അല്ലെങ്കിൽ നെറ്റ് ഇൻകം കൂടുതലാണെങ്കിലും ബാധ്യത 10 കോടി രൂപയുടെ ബാധ്യതയുള്ളൂ. വളരെ മിടുക്കനാണ്. കാരണം 931 കോടി രൂപയുടെ അസറ്റ് അക്വയർ ചെയ്യാൻ വിരുത് കാട്ടിയപ്പോൾ തീർച്ചയായിട്ടും ലയബിലിറ്റി 10 കോടി രൂപയിൽ ഒതുക്കാൻ കഴിഞ്ഞ ആളെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഫൈനാൻസ് അറിയാവുന്നൊരു വ്യക്തി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതും ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയാണ് ബ്രീഫായിട്ടുള്ള ഇതിൻ്റെ ഒരു എന്താണ് പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ റിച്ചസ്റ്റ് സി എന്ന് പറഞ്ഞാൽ ചന്ദ്രബാബു നായിഡു, പേമ കണ്ടു, സിദ്ധരാമയ്യാണ്. പൂറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മമതാ ബാനർജി, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഒമർ അബ്ദുള്ള, പിന്നെ നമ്മുടെ ആരാണ് പിണറായി വിജയൻ സഖാവ് 1.18 കോടി രൂപ ഡിക്ലെയർഡ് അസറ്റാണ്. അപ്പം അത് ബാനർജിയും അബ്ദുള്ളയെക്കാളും അല്പം കൂടുതലാണ്. ബാനർജിയുടെ 15 ലക്ഷവും അബ്ദുള്ളയ്ക്ക് 55 ലക്ഷമുള്ള. അപ്പം 1.18 കോടി പിണറായി വിജയനുണ്ട്, 55 ലക്ഷം അഹമ്മദ് അബ്ദുള്ളയ്ക്കും 15 ലക്ഷം മമതാ ബാനർജിക്കും ഉള്ളൂ. വളരെ പൂറായിട്ടുള്ളൊരു പിന്നെ ചീഫ് മിനിസ്റ്ററാണ് നമ്മുടെ കൽക്കട്ടയിലുള്ള അവിടെ വെസ്റ്റ് ബംഗാളിലുള്ള നമ്മുടെ മമതാ ബാനർജി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ടോട്ടൽ ലയബിലിറ്റീസ് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് 42% മുഖ്യമന്ത്രിമാർക്കും ഡിക്ലെയർഡ് ക്രിമിനൽ കേസസ് ഉണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ചാർജസ് ഫേസ് ചെയ്യുന്ന 32% പേരുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രൈബറി, കിഡ്നാപ്പിംഗ്, അറ്റംപ്റ്റ് ടു മർഡർ, പിന്നെന്താണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന മുഖ്യമന്ത്രിമാരൊക്കെ നമുക്ക് ഈ രാജ്യത്തുള്ളത് വളരെ ആശ്വാസകരമാണ്. അപ്പം ഇനിയും ഈ റിപ്പോർട്ട് ഒത്തിരി ഉണ്ട്. അപ്പം ഇതിനകത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കറിഞ്ഞാൽ മതിയല്ലോ. കാരണം ഏറ്റവും കൂടുതൽ റിച്ചായ ഏറ്റവും പൂറായിട്ടുള്ളവരാണ് ഈ ലിസ്റ്റിലാണ്. കാരണം ഈ ലിസ്റ്റ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ പൂറായിട്ടുള്ള 2 ഫീമെയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, 29 മെയിൽ ചീഫ് മിനിസ്റ്റേഴ്സാണ്. അവരുടെ പെർസെൻറ്റേജ് 6%, 94%. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അവരുടെ എഡ്യൂക്കേഷൻ റിപ്പോർട്ടിനെ കുറിച്ച് എഡ്യൂക്കേഷണൽ റിപ്പോർട്ടുണ്ട്. അപ്പം ഈ 10 പാസ്സായ ഒരു ചീഫ് മിനിസ്റ്റർ, 12 പാസ്സായ 3 ചീഫ് മിനിസ്റ്റേഴ്സ്, ഗ്രാജുവേഷനുള്ള 10 പേര്, ഗ്രാജുവേറ്റ് പ്രൊഫഷണലുള്ള 5 പേര്, പോസ്റ്റ് ഗ്രാജുവേറ്റ് 9 പേര് ഇവിടെ ഉണ്ട്, ഡോക്ടറേറ്റുള്ള 2 പേരുണ്ട്, ഡിപ്ലോമയുള്ള ഒരാളുണ്ട്. മൊത്തം 31 നമ്മുടെ യൂണിയൻ ടെറിട്ടറീസ് ഉൾപ്പെടെ 31 പേര്. അപ്പം അതിനകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേറ്റുള്ള 9 പേരുണ്ട്, ഡോക്ടറേറ്റുള്ള 2 പേരുണ്ട്. അതെവിടെയാണെന്ന് എനിക്കറിയില്ല, ഏത് സംസ്ഥാനത്തെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ നമുക്കിതിനകത്തിൽ ഈ ADRൻ്റെ കോംപ്രഹെൻസീവ് ആണ്. നിങ്ങൾക്ക് നെറ്റിൽ പോയി കഴിഞ്ഞാൽ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഉള്ള ആ ഒരു NGOയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും, നമ്മുടെ ഇലക്ഷനെക്കുറിച്ചും, ലോക്സഭാ ഇലക്ഷനെക്കുറിച്ചും, ഓരോ സംസ്ഥാനത്തെ ഇലക്ഷനെക്കുറിച്ചും, അതുപോലെ തന്നെ മറ്റ് വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇതാണ് നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെ ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ അവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സിനെ കുറിച്ചും, അതുപോലെ തന്നെ അവരുടെ ടോട്ടൽ അസറ്റ്സിനെ കുറിച്ചും ടോട്ടൽ ലയബിലിറ്റീസിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ബ്രീഫായിട്ടുള്ള പിക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പം ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ. ഇത് ഡിക്ലെയർഡ് ആയിട്ടുള്ള അസറ്റാണ്. ഇത് കറക്റ്റ് ആകാൻ യാതൊരു സാധ്യതയില്ല. ഇത് ഡിക്ലെയർഡ് ആയിട്ടുള്ള അസറ്റാണ്. ഡിക്ലെയർഡ് എന്ന് പറഞ്ഞാൽ അവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്, അവർ സ്വമേധയാ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്. എവിടെ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സംവിധാനത്തിൻ്റെ മുമ്പിൽ അവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഇലക്ഷൻ സമയത്തൊക്കെ അവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ള അസറ്റുകളാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള അസറ്റുകൾ ഇത്രയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൈവശം എത്രത്തോളം അൺഡിക്ലെയർഡ് ആയിട്ടുള്ള അസറ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്കൊരു സാധാരണ പൗരന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, എന്നാൽ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയവർക്ക് തീർച്ചയായിട്ടും ഒതൻറ്റിക് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ സോഴ്സിലുള്ള വിവരങ്ങൾ, ഇപ്പം അവർ ഗവൺമെൻറ് ഡാറ്റ പരിശോധിച്ചിട്ടാണ് ഈ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നത്. അല്ല അവർ സ്വമേധയായിട്ടുള്ളൊരു സ്റ്റഡി നടത്തിയിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ അതുപോലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയൊക്കെ ഭാഗത്തുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് അവർ ഈ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പഠനങ്ങൾ നടത്തുന്നതാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പൂർണ്ണമാകാൻ ശരിക്കും ഒതൻറ്റിക്കായിട്ടുള്ള റിപ്പോർട്ട് ഒതൻറ്റിക്കാണ്. പക്ഷെ അവരുടെ അസറ്റിൻ്റെ റിപ്പോർട്ടുകൾ അത് പൂർണ്ണമാകാൻ സാധ്യതയില്ല. കാരണം നമുക്കറിയാം ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ എത്രത്തോളം കോടി രൂപകൾ ഏതെല്ലാം രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഏതൊക്കെയാണെന്നും ഫെസിലിറ്റി എന്തൊക്കെയാണെന്നും ഒക്കെയുള്ള നമുക്കൊരു സാധാരണ പൗരന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ADR എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ NGOയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇതാണ് ഒരു ലേറ്റസ്റ്റ് ഒരു ന്യൂസ് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു പൗരനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് ഇതുപോലുള്ള റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള പഠനങ്ങളോ ഒക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു
ഏതാണ്ട് ഇതാണ് അവരുടെ വെബ്സൈറ്റ്, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്നുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് അവരുടെ ഡെബൌട്ട് നോക്കിക്കഴിഞ്ഞാൽ 99 പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫസേഴ്സ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM അഹമ്മദാബാദിലെ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫസേഴ്സ് തുടങ്ങിയതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവര് 99 ഡൽഹി ഹൈക്കോർട്ടിൽ ഒരു PIL, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജി സമർപ്പിക്കുകയുണ്ടായി. എന്തിന്? ഈ എലക്ഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ, ഫൈനാൻഷ്യൽ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് വെളിപ്പെടുത്തണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി 2002 അതുപോലെ തന്നെ പിന്നീട് 2003 ഇത് ഏതൊക്കെ സ്ഥാനാർത്ഥികൾ ലോക്സഭാ ഇലക്ഷൻ ആയാലും ശരി, രാജ്യസഭാ ഇലക്ഷൻ ആയാലും ശരി, സംസ്ഥാനങ്ങളിലെ നമ്മുടെ ഓരോ സംസ്ഥാനത്തെ ഇലക്ഷൻ ആയാലും ശരി, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ ക്രിമിനൽ, ഫൈനാൻഷ്യൽ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇലക്ഷന് മുമ്പ് ഒരു അഫിഡേവിറ്റായിട്ട് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ സമർപ്പിക്കണം എന്ന് സുപ്രീം കോടതി അത് നിർബന്ധമാക്കി. അപ്പോൾ ഇവർ ഈ പറഞ്ഞ ഡൽഹി ഹൈക്കോർട്ടിൽ കൊടുത്ത പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു വിധി, വേർഡിക്റ്റ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പോൾ ഈ ADR 2002 ഗുജറാത്ത് അസംബ്ലി ഇലക്ഷനിലാണ് പിന്നെ ഈ ഫസ്റ്റ് ഇലക്ഷൻ വാച്ച്, അതായത് അവരുടെ റിപ്പോർട്ടുകൾ, ഈ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അവർ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ അന്ന് ഇലക്ഷന് മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ, അനാലിസിസ്, ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ, ക്രിമിനൽ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അവർ ഉണ്ടാക്കുകയും പുറപ്പെടുവിക്കുകയും ചെയ്തു ഇലക്ഷൻ സമയത്ത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പൗരന്മാർക്ക്, ഇന്ത്യയിലെ പൗരന്മാർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അറിഞ്ഞിരിക്കുവാൻ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അല്ലെങ്കിൽ ഇതുപോലുള്ള പിന്നെന്താണ് പറയുന്നത്, ഈ റിസർച്ച് സെൻറ്റേഴ്സിൻ്റെയൊക്കെ ഡേറ്റയും അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. പക്ഷേ എന്തെന്നാൽ നമുക്കറിയാം ഇവിടുത്തെ പൊളിറ്റിക്സിൻ്റെയും നമ്മുടെ ജനാധിപത്യത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ രാഷ്ട്രീയത്തിൻ്റെയും, രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥകളും എത്രത്തോളം അതിനകത്തിൽ മാറ്റങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം. കാരണം കറപ്ഷന് കുറവുകളൊന്നുമില്ല. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റൊക്കെ വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം രാജ്യത്ത് അഴിമതി കാണിച്ചിട്ടുള്ള എത്ര നേതാക്കളെ ജയിലിൽ അടച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അപ്പം നിയമമുണ്ട്, സംവിധാനങ്ങളുണ്ട്, പക്ഷേ കറപ്ഷൻ ഒരിക്കലും കുറഞ്ഞിട്ടില്ല. കറപ്ഷൻ ഇപ്പോഴും പഴയതിനേക്കാൾ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇതുപോലുള്ള പഠനങ്ങളുടെയും അല്ലെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേഷൻ്റെയും ഒന്നും പ്രാധാന്യത്തെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അത് നമ്മളുടെ സിറ്റിസൺസിനെ ഇൻഫോംഡ് ആക്കുക എന്നുള്ളൊരു പ്രധാന ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളതിനാണ് അവർ ഈ പറഞ്ഞ പഠനങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.